ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ CMAയുടെ എക്സാം കഴിഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡൗട്ട് ഈ സിലബസ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ്. എങ്ങനെയാണ് സിലബസ് ചേഞ്ച് ചെയ്യേണ്ടത്, ആ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചാപ്റ്ററിലോട്ട് പോകണോ, അത് നമുക്ക് തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഡൗട്ട്സാണ്. എത്ര രൂപയാണ് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഫീസിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഈ സിലബസ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ പ്രോസസ്സ് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ പറയുന്നത് പോലെ ഇത് CMAയുടെ സൈറ്റാണ്. CMAയുടെ സൈറ്റിനകത്ത് സ്റ്റുഡൻസ് എടുക്കാം. ആ സ്റ്റുഡൻസിനകത്ത് ഇതുണ്ടോ, താഴെ ഓൺലൈൻ അഡ്മിഷൻ എന്ന് പറയുന്നൊരു വിൻഡോ വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഇതേപോലെ ഫൗണ്ടേഷൻ കോഴ്സ്, ഇൻ്റർമീഡിയറ്റ് കോഴ്സ്, ഫൈനൽ കോഴ്സ്, ഇങ്ങനെ ഇതിന് ശേഷം താഴെ സിലബസ് ചേഞ്ച് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഓൾറെഡി ലോഗിൻ ചെയ്യാത്തവരായിരിക്കും. അതുകൊണ്ട് ഇതുണ്ടോ, ക്രിയേറ്റ് ലോഗിൻ ഫോർ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കും. നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുക്കണം. ആ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡാണ്. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. മിനിമം 8 ക്യാരക്ടേഴ്സ് വേണം ഈ പാസ്വേഡിനകത്ത്. അതിനകത്ത് ഒന്ന് സ്മോൾ ലെറ്റർ ആയിരിക്കണം, ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, അതേപോലത്തെ ഒരെണ്ണം നമ്പർ ആയിരിക്കണം, ആൻഡ് ഒരെണ്ണം ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഈ പറയുന്ന കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് OTP എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. സോ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെയിൽ ID ഏതാണോ ആ മെയിൽ IDയിലോട്ട് ഇപ്പോൾ ഒരു OTP വരും. OTP അടിച്ച് വെരിഫൈ OTP അടിക്കാൻ നേരത്ത് ഇതുണ്ടോ, യുവർ അക്കൗണ്ട് ലോഗിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് റെഡിയാവും. ഇനി താഴെ ക്ലിക്ക് ചെയ്യുക ടു ലോഗിൻ എന്ന് പറഞ്ഞ് എഗെയിൻ നമുക്ക് ലോഗിൻ ഓപ്ഷൻ അടിക്കാം. ലോഗിൻ ഓപ്ഷൻ അടിച്ചതിന് ശേഷം വരുന്ന സ്ക്രീനിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത, അതായത് നിങ്ങൾ അഡ്മിഷനൊക്കെ എടുക്കുന്ന സമയത്ത് ICMAയുടെ സൈറ്റ് പ്രകാരം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രജിസ്റ്റേർഡ് ഇമെയിൽ ID അടിക്കണം. ആ ഇമെയിൽ ID അടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്വേഡ് അടിക്കണം. പാസ്വേഡ് അടിച്ച് താഴെ കാണുന്ന ക്യാപ്ച അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് ലോഗിൻ അടിച്ചാൽ മതി. ഓക്കെ, സോ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു സ്ക്രീൻ വരും. ആ സ്ക്രീനിനകത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളുടെ നെയിം, നിങ്ങളുടെ കോഴ്സ്, ഓറൽ കോച്ചിങ് ആണോ, എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആക്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ആക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ അപ്ലൈ ഫോർ സിലബസ് ചേഞ്ച് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഡീറ്റെയിൽ വരും. ഇവിടെ ആകെ കൂടെ സെലക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹാവ് യു പാസ്ഡ് എനി ഗ്രൂപ്പ്, അതായത് 2016 സിലബസിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പ് പാസ്സായിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അത് യെസ് ഓർ നോ എന്ന് പറയുന്ന സാധനം ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും ഫൈനലിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് പറയണേ. ഫൈനൽ സ്റ്റുഡൻസിന് മാത്രമാണ് ഇത് കയറി വരണേ. സോ ഇന്റർണൽ സ്റ്റുഡൻസിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഫൈനൽ സ്റ്റുഡൻസിനകത്ത് പേപ്പർ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്നത് പോലെ ഏത് പേപ്പറാണോ നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ട് അറിയാലോ, 20ാമത്തെ പേപ്പർ നിങ്ങൾക്ക് സെലക്റ്റീവ് ആണ്. സോ ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരുത്താൻ പറ്റില്ല. സോ ഈ 3 പേപ്പറാണ് ഇവിടെ ഉള്ളത്. അതിനകത്ത് ഏത് പേപ്പറാണോ നിങ്ങൾക്ക് ആവശ്യം, ഏതാണോ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന പേപ്പർ, അത് നമുക്ക് സെലക്ട് ചെയ്ത് സബ്മിറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്ന സാധനം ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മളിപ്പം ഇതിൻ്റെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്. നമ്മൾ ഈ പറയുന്ന ഇവിടെ സ്റ്റാറ്റസ് കണ്ടോ, അപ്ലൈഡ് എന്നാണ് ഈ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് അപ്രൂവ്ഡ് ആവും. ദാറ്റ് മീൻസ് ഇത് ചെയ്തതിന് മുമ്പ് നമ്മുടെ റീവാലിഡേഷനും പ്രോസസ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ ഈ പറയുന്ന സബ്മിഷൻ എന്ന് പറയുന്ന അപ്രൂവ്ഡ് ആവും. അപ്രൂവ്ഡ് ആയതിനു ശേഷം ഇവിടെ ഈ പേയ്മെൻറ്റ് സ്റ്റാർട്ടിനകത്ത് പേയ്മെൻറ്റ് ഗേറ്റ്വേ കയറി വരും. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് നടത്താം. സോ ഇനീഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന സിലബസ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ്. ഇതിൻ്റെ സെക്കൻഡ് പ്രോസസ്സാണ്, നെക്സ്റ്റ് പ്രോസസ്സാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ്വേ, അല്ലെങ്കിൽ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അത് അടുത്ത വീഡിയോക്കകത്ത് കാണാം. കാരണം ഇത് അപ്രൂവ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഓപ്പൺ ആയിട്ട് വരുള്ളൂ. ക്ലിയർ? ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചാപ്റ്ററിലോ എവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ ഇന്റർണൽ സ്റ്റുഡൻസിനാണെങ്കിലും ഫൈനൽ സ്റ്റുഡൻസിനാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റീവാലിഡേഷൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആദ്യമേ തന്നെ റീവാലിഡേഷൻ ചെയ്യുക. ആ റീവാലിഡേഷൻ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഈ പറയുന്ന പോലെ സിലബസ് ചേഞ്ചിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. ആൻഡ് ഫൈനലിലെ സ്റ്റുഡൻസിന് മാത്രമാണ് ഈ പറയുന്ന ഒരു ഓപ്ഷണൽ പേപ്പർ എന്ന് പറയുന്ന സാധനം കയറി വരണേ. അവർ ഈ സിലബസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന ഓപ്ഷണൽ പേപ്പർ ഏതാണെന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ എനിവേ അടുത്ത വീഡിയോക്കകത്ത് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ കേസ് എത്ര രൂപയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബൈ.